നമുക്കറിയാം ഭൂപതിവ് ചട്ട ഭേദഗതി വന്നു. ഇടുക്കിയിൽ കഴിഞ്ഞ ഈ വന്നിട്ട് ഇപ്പോൾ ഒരു മാസം ഞാൻ ഇതേ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി. നിങ്ങൾ ഇടുക്കിക്കാരോട് ചോദിക്കണം, ഇടുക്കിയിൽ വസ്തു മേടിക്കാൻ ആളില്ല. ഇടുക്കിയിലെ മുഴുവൻ വസ്തുക്കളും അല്ലെങ്കിൽ നിർമ്മാണങ്ങളും കയ്യേറ്റമായി ചിത്രീകരിച്ച് അതിൻ്റെ ഫൈൻ അടയ്ക്കുക. അപ്പോൾ കയ്യേറ്റമാണ് എന്നുള്ള പ്രതീതി വരുത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എല്ലാം അനധികൃത നിർമ്മാണങ്ങളായി മാറിയിരിക്കുന്നു. അടിസ്ഥാനപരമായി കർഷക വിരുദ്ധ നിലപാടുകളുടെ കൂമ്പാരമായി പിണറായി വിജയൻ സർക്കാരിൻ്റെ നടപടികൾ മാറുകയാണ്. അതുപോലെ തന്നെ ഇതിൽ ജീവന് ഭീഷണിയുള്ള ഏതു മൃഗത്തെയും വേട്ടയാടാൻ കഴിയുന്ന സാഹചര്യം കേന്ദ്ര ആക്ട് പ്രകാരമുണ്ട്. ഇന്നലെ വരെ കേന്ദ്ര ആക്ടിൻ്റെ കുഴപ്പം പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയന് ഇപ്പോൾ ഈ ബോധോദയം എവിടെ നിന്നുണ്ടായി എന്നുകൂടി അറിഞ്ഞാൽ നന്നായിരുന്നു എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭിപ്രായമുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ, വളരെ ചന്ദനത്തിൽ ചാലിച്ച് ആരും അറിയാതൊരു നിയമം ഇതിനിടയിലൂടെ പിണറായി വിജയൻ നടപ്പിലാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബീറ്റ് ഓഫീസർക്കും വാച്ചർക്കും വരെ ഏതൊരു സാധാരണക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നിയമം ഫോറസ്റ്റ് ആക്ട് ഭേദഗതി സർക്കാർ കൊണ്ടുവന്നിരുന്നു. വലിയ രീതിയിലുള്ള ജനകീയ എതിർപ്പിനെ തുടർന്ന് ആ ബില്ല് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു 6 മാസം മുമ്പാണെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? ഒരു 6 മാസം മുമ്പാണ്. അത് വളരെ സൗകര്യപൂർവം ചന്ദനം സംരക്ഷിക്കാനുള്ള നിലയിൽ ആ ആക്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയോ, ബീറ്റ് ഓഫീസർക്കും വാച്ചർക്കും ഒരു വാർഡന് കൊടുക്കുന്ന അധികാരങ്ങൾ, റേഞ്ചർക്ക് കൊടുക്കുന്ന അധികാരങ്ങൾ കൊടുത്തുകൊണ്ടാണ് ആക്ടിൽ വന്നിട്ടുള്ളത്. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വീണ്ടും കൊണ്ട് ഫോറസ്റ്റ് ആക്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് കർഷകർക്കെതിരെയുള്ള വലിയ നീക്കമാണ്. എല്ലാ കാലത്തും കുടിയേറ്റ കർഷകനെ ബൂർഷ്വായി ചിത്രീകരിച്ചുകൊണ്ട് കുടിയേറ്റ കർഷകനെതിരായ നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നയം തന്നെയാണ് പിണറായി വിജയൻ തുടരുന്നത്. അതിന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോലും ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. എന്നിട്ട് ഇത് കർഷകർക്ക് ഗുണമാണ് എന്നവർ പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ്. ഈ തട്ടിപ്പ് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടും. കാർഷിക മേഖലയിലെ വിഷയങ്ങൾ സമഗ്രമായി എന്തൊക്കെ ചെയ്യണം. ഈ സർക്കാർ കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഇടതു വലത് സർക്കാരുകൾ മലയോര കാർഷിക മേഖലയിൽ ചെയ്തിട്ടുള്ള പ്രവർത്തികളെ സംബന്ധിച്ചും ഇവർ നടത്തിയിട്ടുള്ള കർഷക ദ്രോഹ നിലപാടുകളെ സംബന്ധിച്ചും വിശദമായ ചർച്ച ചെയ്യുവാൻ കട്ടപ്പനയിൽ ഒരു മലയോര കർഷക കോൺക്ലേവ് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കും. അവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള, നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുടിയേറ്റ കർഷകരുള്ള പ്രദേശം എന്ന നിലയിലാണ് ഇടുക്കിയെ ആ വിഷയത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇടുക്കിയെ കട്ടപ്പനയിൽ ഈ മാസം തന്നെ കർഷക മോർച്ചയുടെയും പാർട്ടിയുടെയും നേതൃത്വത്തിൽ മലയോര വിഷയങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനും എല്ലാ വിഭാഗം കർഷക സംഘടനകളെയും, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം കർഷക സംഘടനകളെയും യോജിപ്പിച്ചുകൊണ്ട് അവിടെ എല്ലാം അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കേന്ദ്രത്തിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ടോ, അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് കർഷകർ സംഘടനകളിൽ നിന്നും കർഷകരിൽ നിന്നും അഭിപ്രായം സ്വരൂപിച്ച് എന്തു ചെയ്യാൻ കഴിയുമോ. ഇപ്പോൾ ഇവർ പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെ കുഴപ്പമാണെന്നാണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെ കുഴപ്പമാണെങ്കിൽ അത് ഒരു സംസ്ഥാന സർക്കാർ നിയമത്തിലൂടെ അല്ല പരിഹരിക്കേണ്ടത്. അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പിനെതിരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മലയോര കാർഷിക മേഖലയിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനിക്കുന്നു. അത് നിങ്ങളെ അറിയിക്കുന്നു.